ആടുതോമ സ്റ്റൈലിൽ ഗ്ലാസ് ഒക്കെ റേവൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മമ്മിക്ക് റേവാനല്ലേ മീ? നമ്മുടെ ഗ്ലാസ് അത്ര കൂളായിട്ടില്ല കേട്ടോ. ഇല്ല, നല്ല വെയിലുണ്ടെങ്കിൽ അത് കൂളാവുള്ളൂ. എന്നൊരു ഫോട്ടോ മമ്മിയുടെ എടുത്തു കൊടുക്കട്ടെ. ഫോട്ടോ എവിടെ? നവരസങ്ങൾ വരട്ടെ മീ ജഗതിയുടെ. മമ്മിയുടെ 3 എണ്ണം കാണിക്ക് എക്സ്പ്രഷൻ. മമ്മിയുടെ 3 നവരസങ്ങൾ കാണിക്കും. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. എടുത്ത് ഓടിക്കോ. അപ്പോൾ രാവിലെ എല്ലാവരും ധൃതി പിടിച്ച് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പം എന്തായാലും നമ്മൾ നേരെ പോന്നിരിക്കുന്നത് നമ്മുടെ തൊടുപുഴ പാലാ റൂട്ടിലുള്ള അച്ചായൻ്റെ അടുക്കളയിലാണ്. അവിടെ കയറി ഇതേ കുറേ ലിസ്റ്റുകളുണ്ട് കേട്ടോ. അവിടുത്തെ ഫുഡിൻ്റെ അടിപൊളി ഫുഡാണത്. നൂൽപ്പൊറോട്ടയും ബീഫ് കറിയും അതുപോലെ കടലക്കറിയും കള്ളപ്പവും ഒക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കണതാണിത്. നൂൽപ്പൊറോട്ടയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ അതേ എല്ലാവരും വീഡിയോ പിടുത്തമാണ്, പടം പിടുത്തമാണ്. അതായത് ഞാനും പടം പിടിക്കുകയാണ്. ഞാനായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാവരും ബിസിയാണ്. അപ്പോൾ അതേ എൻ്റെ ഒരു സ്ലോമോ വീഡിയോ, അതുപോലെ ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹൈ സൂപ്പർ ടേസ്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ മമ്മി ബില്ലിംഗ് സെക്ഷനിലിരിക്കുന്ന മിഠായി എല്ലാം വാരി കൂട്ടുന്നുണ്ട് കേട്ടോ. എല്ലാം മിഠായി കൂട്ടും ഓരോന്നും മമ്മി വാങ്ങുന്നുണ്ട്. കള്ളി ഉണ്ടോ മമ്മിയുടെ വണ്ടി കയറിയത് കറവറ് തുടങ്ങിയോ? എനിക്ക് പണ്ട് വരെ ഇഷ്ടമുള്ളതാണ് മക്രോണി. എനിക്കും ഇഷ്ടം കേട്ടോ, എൻ്റെ ഫേവറേറ്റ് അത്. വേറെ എന്നൊക്കെ മേടിച്ചേ? മക്രോണി മേടിച്ചു. തേൻ മിഠായി ഉണ്ടോ? തേൻ മിഠായി. ഇപ്പോഴത്തെ പണ്ടത്തെ തേൻ മിഠായിയുടെ അത്ര പോരാ ഇപ്പം. നാരങ്ങ മിഠായി ഇല്ലാട്ടോ, ഇല്ല നല്ല രസമാണ്. ഹൗസ്ഫുൾ അല്ലേ? മമ്മിയുടെ പേര് പറഞ്ഞ് തിന്നുന്നതല്ല ഞാനാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ. അയ്യോ, ഇനി എത്ര നേരം എടുക്കും അവിടെ എത്താൻ? 2 മണിക്കൂർ എടുക്കും. അയ്യോ, അപ്പൊ അതുവരെ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. തീർന്നു കഴിയുമ്പോ നമുക്ക് അടുത്ത സ്പോട്ടിൽ നിർത്താം. അങ്ങനെ തീറ്റക്കാരിയൊന്നും അല്ല കേട്ടോ. അല്ല, അങ്ങനെയൊന്നും ഒത്തിരി നാളെ കൂടി കണ്ടപ്പോ ഒരെണ്ണം. പക്ഷെ എന്റെ മമ്മി കഴിക്കും. മമ്മിയുടെ പേരിൽ ഞാനല്ല കഴിക്കുന്നത്, എല്ലാവർക്കും അറിയാമോ. അപ്പം എവിടെ ടൂറ് പോയി കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയെ കയറി 1 മണിക്കൂർ കഴിയണ്ട. അതിന് മുമ്പ് എനിക്ക് ഉറക്കം വരും. അപ്പം ഞാൻ പയ്യെ മമ്മിയുടെ മേത്തേക്ക് ഇത് ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങാൻ തുടങ്ങുകയാണ്. പക്ഷെ മമ്മി പറയുന്ന മമ്മിയുടെ ചുരിദാറെല്ലാം എൻ്റെ തലയിൽ എണ്ണ പറ്റുന്നൊക്കെ പറഞ്ഞ് മമ്മി സമ്മതിക്കത്തില്ല. അതേ പിന്നെയും മമ്മിയുടെ മേത്തേക്ക് ഞൂണ്ട് കയറി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. നൈസായിട്ട് ഉറങ്ങാൻ നോക്കി മമ്മി സമ്മതിക്കില്ല. എന്നാലും ഒന്ന് നോക്കി, പക്ഷെ നടന്നില്ല. ഇതെന്നാ അമ്മ നോക്കിയിരിക്കണേ? ഫോണാണോ? ഒന്നുമല്ല, ഇതുണ്ട് ഒരു കണ്ണാടി. ക്യൂട്ടാണല്ലോ. ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ കൊണ്ടുപോകാൻ നടക്കാൻ പറ്റിയ, ബാഗിലിടാൻ പറ്റിയൊരു കണ്ണാടി. അടിപൊളിയാണല്ലോ ഇത്. ഇതിന്റെ കഥ പറയണോ? കഥ പറ. ഇത് എങ്ങനെ കിട്ടിയതാന്നറിയാവോ? ഫ്രീ ആയിട്ട് കിട്ടിയതാണോ? ഫ്രീ ഒക്കെ. ജയ്പൂരി എന്നപ്പോഴേ ശ്രേയ എനിക്ക് അവരുടെ മമ്മിക്ക് പ്രഗയുടെ വീട്ടുകാർ കൊടുത്ത ഗിഫ്റ്റാ. ഇതും കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എന്തോ നേരത്തെ ഇങ്ങനെ ഒരു മുഖം നോക്കണ കണ്ണാടി ശ്രേയക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തോ ഒരെണ്ണം മേക്കപ്പിന്റെ. ഇത് കൂടെ എനിക്കും കിട്ടിയായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ മമ്മിക്ക് കിട്ടിയ ഗിഫ്റ്റിൽ ഇതും ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി മമ്മി കാണാതെ എനിക്കെടുത്ത് തന്ന. അത് കൊള്ളാം. മമ്മി അറിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ലല്ലേ, മുഖം നന്നായിട്ട് കാണാം. നല്ല കണ്ണാടി. ഇതേ വാൽക്കണ്ണാടി ഒന്നുമല്ല. വാൽക്കണ്ണാടിക്ക് മറ്റേ ഇതിന് ഒരു വാല് വെച്ചാ പോരെ? ഉണ്ടോ? നല്ല കണ്ണാടി തന്നെ, ഒറിജിനൽ. എന്നിട്ട് എനിക്ക് പുള്ളിക്കാരി എടുത്ത് തന്ന. അപ്പോൾ നമ്മുടെ ആലപ്പുഴയുടെ സൗന്ദര്യമൊക്കെ കണ്ടു തുടങ്ങി. ഇതേ പോള നിറയെ പൂത്ത് കിടക്കുകയാണ് വയലറ്റ് കളറിൽ. രാവിലെയൊക്കെ എണീറ്റ് ഇതൊക്കെ കാണാൻ എന്തൊരു രസമായിരിക്കും. ശരിക്കും ആലപ്പുഴക്കാർ ഭയങ്കര ലക്കിയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ. പക്ഷെ അവർ മഴക്കാലമൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇടുക്കിക്കാർക്ക് ഇങ്ങനെ വല്ല കാലത്തും പോയി കാണാൻ നല്ല രസമാണ്. നിറയെ വെള്ളക്കെട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ്. എന്താണെങ്കിലും ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മമ്മി ഇടയ്ക്ക് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കയറി
കയറി വരുന്നുണ്ട്. അവരോർത്താണ് ഇത് ഇവിടുന്ന് ചാടി വന്നത്, ഇതെന്താ ഈ കാണിച്ചു കൂട്ടണേ എന്നൊക്കെ ഓർത്ത് കാണും കേട്ടോ. എനിവേ നമ്മൾ നമ്മുടെ പരിപാടികൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മി ആണ് എൻ്റെ മെയിൻ ക്യാമറ വുമൺ. അപ്പോൾ മമ്മി ഇടയ്ക്ക് അടിപൊളി ക്ലിക്സ് ഒക്കെ എടുത്ത് തരും കേട്ടോ. അതേ വള്ളത്തിലൊക്കെ ആൾക്കാർ കയറി പോവാണ്. അവിടുത്തെ ആൾക്കാർ മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് വള്ളം, അതുപോലെ ബോട്ട്, ചെറിയ ബോട്ടുകൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മളിതേ പിന്നെയും ക്യാമറ മമ്മീൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. അപ്പോൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ ഈ ഷർട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ലൊരു കളറല്ലേ ഗൈസ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കളറൊക്കെ. പിന്നെ ചൂടത്തിടുമ്പോൾ കുറച്ചൊരു ചൂട് എടുക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് അങ്ങനെ നോക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു റിസോർട്ടിലേക്ക്, ആ ഒരു ഹോം സ്റ്റേയിലേക്ക് നമ്മൾ നടന്നു പോവാണ്. അപ്പോൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് അവിടെ ബോട്ടേ കയറി വേണം, അപ്പുറത്തെ കരയിലാണ് നമ്മുടെ ഹോം സ്റ്റേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. മമ്മി വെള്ളത്തിൽ പോകല്ലോ കേട്ടോ, മമ്മി വെള്ളത്തിൽ പോവോ? എനിക്ക് പേടിയാ വെള്ളം. ചാട്ടം. ഞാൻ ബ്രിൻഡ വന്നിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുട്ടനാട്ടിക്കട ഇങ്ങനെ ബോട്ടയിലൊക്കെ കയറി പോകുന്നത്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഡാഡിയും മമ്മിയും എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ്. കൂടെ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുവാണ്. ഒരു രസമല്ലേ, നല്ല രസമാണ് ഇങ്ങനെ കാറ്റത്തെ മുടി വറക്കുന്ന കാണാൻ. പിന്നെ എന്ത് രസമാണല്ലേ. പക്ഷെ വെള്ളത്തിൻ്റെ ഒരു ഭീകരത ശരിയാണ് കേട്ടോ, നമുക്ക് ശരിക്കും പേടിയാവും. നമ്മൾ ഇടുക്കിക്കാരധികം വെള്ളമൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. അപ്പം നമുക്ക് വല്ലാത്തൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ദൂരെ നമ്മുടെ ഹോം സ്റ്റേ കാണാം. നമ്മൾ അങ്ങോട്ടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല നീണ്ടു നീർന്നതേ, നല്ല മതിലൊക്കെ ആയിട്ട് നല്ലൊരു പഴയ ഒരു തറവാടാണ്, 100 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ചേട്ടൻ കരയിലേക്ക് അടുപ്പിക്കാൻ നോക്കുവാണ് നമ്മുടെ ബോട്ട്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കണം. പുറമേ നിന്ന് കണ്ടിട്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹോം സ്റ്റേ. അപ്പോൾ ഇങ്ങനത്തെ വീട്ടിൽ താമസിക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു തറവാടാണ്. റെഡ് ഓപ്സൈഡ് ഇട്ട തറയും അതുപോലെ തന്നെ ഓടിട്ട മേച്ചിലും ഒക്കെ ആയിട്ട് നല്ല സുഖമായിരിക്കും ഇതിനകത്ത് താമസിക്കാൻ തന്നെ. ഇരിക്കണ്ട, കിടക്കണ്ട, ഓടണ്ട, നിൽക്കണ്ട, ചാടണ്ട അല്ലേ, ഫുൾ ടൈം ഉപദേശമാണ്. ഇരിക്കണ്ട, നിൽക്കണ്ട, ഓടണ്ട, ചാടണ്ട. എന്നാ അമ്മയ്ക്ക് ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ തോന്നേ, ഓടാനോ ചാടാനോ? നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെയൊക്കെ ജീവിച്ച ആ കാലമൊക്കെ ഞാൻ ഓർക്കുന്നത്. ആണോ? ഇഷ്ടമാണോ അതൊക്കെ? എനിക്കിഷ്ടം. എൻ്റെ ദൈവമേ, എനിക്ക് ആ കാലം ഒന്നും കൂടെ വന്നായിരുന്നെങ്കിൽ എന്ന് ഓർക്കാം. എൻ്റെ അപ്പൻ പിന്നെ ആദ്യം തൊട്ട് പഠിച്ച് ജോലി മേടിക്കണ്ടേ, പാടല്ലേ? ഒന്നും സാരമില്ല കൂടെ ജീവിക്കുന്നതേ. കരയാൻ പോണേണോ? എന്നതിനാ കരഞ്ഞാൽ കിടന്ന കാര്യമല്ലാണോ? നല്ലൊരു മാങ്ങ എടുക്കണം. മമ്മേ